ഭാര്യയുടെ വിവാഹേതര ബന്ധം ഭർത്താവിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കുടുംബക്കോടതി. വിവാഹശേഷവും ഭാര്യ മറ്റൊരാളുമായി ബന്ധം തുടർന്നതിലൂടെ തന്റെ ജീവിതം തകർത്തു എന്ന ഭർത്താവിന്റെ പരാതിയിലാണ് കോടതി നഷ്ടപരിഹാരം അനുവദിച്ചത്. വിവാഹേതര ബന്ധമുള്ള ഭാര്യമാർ വളരെ ഗൗരവത്തോടെ കാണേണ്ട വിധിയാണിത്. ഒരു കുടുംബപ്രശ്നമുണ്ടായാൽ പൊതുവെ ഭർത്താക്കന്മാർ തനിക്കെതിരെ വ്യാജ 498 ഗാർഹിക പീഡന കേസുകൾ, വീടും വസ്തുവും അറ്റാച്ച് ചെയ്യൽ, ഒരു പടി കൂടി കടന്നാൽ പോക്സോ തുടങ്ങിയ കേസുകളെ ഭയന്ന് ഭാര്യയുടെ ഭാഗത്തെ അംഗീകരിച്ച് പൊതുവെ സെറ്റിൽമെന്റിൽ ഒതുങ്ങിപ്പോവുകയാണുള്ളത്. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് ഭർത്താവിന് വ്യക്തമായി ബോധ്യപ്പെട്ടാലും ഇത്തരത്തിലൊരൊത്തുതീർപ്പിൽ കേസ് തീർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശക്തമായ വിധിക്ക് ശേഷം പല ഭർത്താക്കന്മാരും തങ്ങൾ അനുഭവിച്ചു വന്ന വേദനകൾക്ക് കോടതിയെ സമീപിക്കാമെന്ന തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു വിധിയാണ് പത്തനംതിട്ട കുടുംബക്കോടതിയിൽ നിന്നുണ്ടായത്. ഈ കേസിലെ ഹർജിക്കാരന്റെയും യുവതിയുടെയും 2ാം വിവാഹമായിരുന്നു. വിവാഹശേഷവും ഭാര്യ മറ്റൊരാളുമായി ബന്ധം തുടർന്നു വന്നിരുന്നതായി ഭർത്താവ് കോടതിയെ ബോധിപ്പിച്ചു. വിവാഹത്തിന് മുമ്പ് ഗർഭഛിദ്രം നടത്തിയ വിവരം മറച്ചുവെച്ചു എന്നും വിവാഹശേഷവും ഗർഭഛിദ്രത്തിന് വിധേയായിട്ടുള്ളതാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഇത്തരം പ്രവൃത്തികളിലൂടെ തന്റെയും കുടുംബത്തിന്റെയും അന്തസ്സ് നഷ്ടപ്പെടുത്തിയതായും ഭർത്താവ്. ഈ കേസിൽ വഞ്ചന, മാനസിക പീഡനം, കുടുംബത്തിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങൾ കണക്കിലെടുത്ത് കുടുംബക്കോടതി 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കുകയാണുണ്ടായത്. ഹർജി തീയതി മുതൽ 6% പലിശയുൾപ്പെടെ നൽകണമെന്നും കോടതി വിധിച്ചു. യുവതിയുടെ സുഹൃത്ത്, അമ്മ, സഹോദരൻ എന്നിവർ സജീവമായി പങ്കാളികളാകുകയും ഗൂഢാലോചന നടത്തിയതിലൂടെയും ഹർജിക്കാരന്റെ വിവാഹജീവിതം തകരുന്നതിന് കാരണമായിട്ടുള്ളതായി കോടതി നിരീക്ഷിക്കുകയുണ്ടായി. വിധിത്തുക നൽകുന്നതിന് യുവതിയുടെ സുഹൃത്ത്, അമ്മ, സഹോദരൻ എന്നിവരെ ബാധ്യസ്ഥരാക്കുകയും ചെയ്തു. വിവാഹബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന 3ാം കക്ഷിക്കെതിരെ നടപടിയെടുക്കാമെന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയും കോടതി ഉദ്ധരിക്കുകയുണ്ടായി. കൂടാതെ വിവാഹസമയത്ത് വരന്റെ കുടുംബം നൽകിയ 32 ഗ്രാം സ്വർണ്ണാഭരണമോ അതിന്റെ നിലവിലെ വിപണി മൂല്യമോ 6% പലിശ സഹിതം ഭാര്യ തിരികെ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. പത്തനംതിട്ട കുടുംബക്കോടതിയിൽ ജസ്റ്റിസ് ഡോണി തോമസ് വർഗീസാണ് വിധി പ്രസ്താവിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.